എന്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു എല്ലാവരും? ഒരു ചായയൊക്കെ കുടിച്ച് സെറ്റായിരിക്കുകയാണല്ലോ അല്ലേ? ഇന്നത്തെ കാലത്ത് നമുക്കെല്ലാം പെട്ടെന്ന് വേണം. സ്വിഗ്ഗിയിൽ ഫുഡ് ഓർഡർ ചെയ്താൽ 10 മിനിറ്റ് വൈകിയാൽ നമ്മൾ വാച്ചിൽ നോക്കി തുടങ്ങും. എന്തിന്? കല്യാണം കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ നാട്ടുകാർ ചോദിച്ചു തുടങ്ങും, എന്താ വിശേഷമൊന്നും ആയില്ലേ എന്ന്. ഈയൊരു ധൃതി നമ്മുടെ കരിയറിലും ജീവിതത്തിലും നമുക്കുണ്ട്. പക്ഷേ ജീവിതം ഒരു 2 മിനിറ്റ് നൂഡിൽസ് അല്ല സുഹൃത്തുക്കളെ. നമ്മുടെ ഇന്നത്തെ വിഷയം ഓർമ്മയുണ്ടല്ലോ? ക്ഷമയെന്ന നിശബ്ദതയിൽ പടരുന്ന വേരുകളാണ് ആകാശത്തോളം വളരുന്ന വിജയത്തിന്റെ കരുത്ത്. ഇത് കേൾക്കുമ്പോൾ കുറച്ച് കടുപ്പമുള്ള മലയാളമായി തോന്നാം. സംഗതി സിമ്പിളാണ്. നിങ്ങൾ ചീനമുളയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ മുള വിത്തിട്ട് കഴിഞ്ഞാൽ 5 വർഷത്തോളം മണ്ണിന് മുകളിലേക്ക് ഒരു തുമ്പുപോലും കാണില്ല. വെള്ളം ഒഴിക്കുന്നവൻ വിചാരിക്കും ഇതിന്റെ പണി പാളിയോ എന്ന്. നാട്ടുകാർ ചിരിക്കും, ഇവന് വട്ടാണോ വെറുതെ മണ്ണിൽ വെള്ളം ഒഴിക്കാനെന്ന് ചോദിക്കും. പക്ഷേ ആ 5 വർഷം ഈ മുള മണ്ണിനടിയിൽ അതിന്റെ വേരുകൾ ശക്തമായി പടർത്തുകയായിരുന്നു. എന്നിട്ടോ 5-ാമത്തെ വർഷം വെറും 6 ആഴ്ച കൊണ്ട് അത് 90 അടി ഉയരത്തിലേക്ക് വളരും. നമ്മുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ കഷ്ടപ്പെടുന്നത് ആരും കാണുന്നില്ലെന്ന് കരുതി വിഷമിക്കേണ്ട. എല്ലാവരും സ്റ്റാറ്റസ് ഇടുന്ന തിരക്കിലാണ്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിനു വേണ്ടി നിശബ്ദമായി പണിയെടുക്കുകയാണ്. ഈ നിശബ്ദതയാണ് നിങ്ങളുടെ കരുത്ത്. നിങ്ങളുടെ വേരുകൾ ആരും കാണാതെ ആഴ്ന്നിറങ്ങട്ടെ. ലോകം നിങ്ങളെ നോക്കി ഇവൻ തോറ്റുപോയി എന്ന് കരുതി ചിരിക്കുമ്പോൾ നിങ്ങൾ ഉള്ളിൽ ചിരിക്കണം. കാരണം നിങ്ങളുടെ അടിത്തറ അത്രമേൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. നാളെ നിങ്ങൾ ആകാശം മുട്ടെ വളർന്നു പന്തലിക്കുമ്പോൾ തണൽ കൊള്ളാൻ ഓടിവരുന്നവരോട് അന്ന് നിങ്ങൾക്ക് മാസായിട്ട് പറയാം, മോനെ, ഈ വളർച്ചയ്ക്ക് പിന്നിൽ കുറേ നേരത്തെ കാത്തിരിപ്പുണ്ട്, കുറേ ക്ഷമയുണ്ട് എന്ന്. അതുകൊണ്ട് തിരക്ക് കൂട്ടണ്ട. വിത്ത് പാകിയിട്ടുണ്ടെങ്കിൽ അത് മുളച്ചിരിക്കും. ആത്മവിശ്വാസം കൈവിടാതെ ആ നിശബ്ദത ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ടു പോവുക. നമ്മൾ ജയിക്കും, ഉറപ്പാണ്. അപ്പ ശരി, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ചിരിച്ചോണ്ടിരിക്കൂ.